ശ്രീജിത് പണിക്ക, ഇവിടെ NDF ഉദയം ചെയ്തത് സമാനമായിട്ടുള്ള ചില ആരോഗ്യ മുറകൾ ഒക്കെ അത് പരിശീലിപ്പിച്ചുകൊണ്ടൊക്കെയായിരുന്നു, നമുക്കറിയാം. മാത്രമല്ല, ഈ ബീഹാർ പോലീസ് PFI റെയ്ഡിൽ കണ്ടെടുത്ത ഇന്ത്യ 2047 ടുവേർഡ്സ് ദ റൂൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന ഡോക്യുമെൻറ്റിൽ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് മെമ്പേഴ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്റ്റേറ്റ് യൂണിറ്റുകൾ, ഏറ്റവും താഴെത്തട്ടിൽ യോഗ ക്ലാസുകൾ, ആരോഗ്യമുള്ള ജനത, ആരോഗ്യമുള്ള രാഷ്ട്രം ക്യാമ്പയിൻ എന്നൊക്കെയുള്ള ഭാവേന കായിക പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കണം. അപ്പോൾ അടിസ്ഥാനപരമായി ഈ രീതിയിലാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എങ്ങനെ നുഴഞ്ഞ് കയറാം, എങ്ങനെ ആളുകളെ സംഘടിപ്പിക്കാമെന്ന് കൃത്യമായിട്ട് അവരുടെ തന്നെ ആ ഒരു മാസ്റ്റർ പ്ലാനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു മുന്നറിയിപ്പ് IBയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും അത് അവഗണിക്കുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശ്യം? ശ്രേയനിൽ IBയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനെ അവഗണിച്ചുവെങ്കിൽ അത് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. അതൊരു വീഴ്ച എന്ന രീതിയിലല്ല ഞാൻ അതിനെപ്പറ്റി പറയുക. അത് പൊതുസമൂഹത്തിനോട് കാണിക്കുന്ന, നമ്മുടെ നാട്ടിൽ സമാധാനപരമായി ജീവിക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാരോട് കാണിക്കുന്ന ഒരു ക്രൂരത എന്ന രീതിയിലത്തേക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും പ്രശ്നം അതിലുണ്ട് എങ്കിൽ അത് നിശ്ചയമായും അന്വേഷിക്കപ്പെടേണ്ടതാണ്. എന്തെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ടതുമാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അതായത് നുഴഞ്ഞു കയറുക, അവരുടെ അജണ്ട നടപ്പാക്കുക, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, മോഹനൻ മാഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രസ്താവന തിരുത്തിയിട്ട് രണ്ടാമതൊരു പ്രസ്താവന ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ആദ്യം ഈ മെക്സവൻ എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇത്തവണ അദ്ദേഹം മെക്സവനെ വെറുതെ വിട്ടതിന് ശേഷം ഈ രീതിയിലത്തേക്കുള്ള ഒരു അജണ്ട ഇവിടെ ഉണ്ട്, അതിലേക്കാരും വീഴരുത് എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം അവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയുന്നുണ്ട്, SDPIയുടെ പേര് പറയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ അദ്ദേഹം സംഘപരിവാറിന്റെ പേര് പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം തന്നെ വർഗീയ ശക്തികളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വർഗീയ ശക്തികൾ അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജാഗ്രത വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാൽ ഈ രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷൻ മോഹനൻ മാഷിനും എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാവണമല്ലോ അദ്ദേഹം അതിനെപ്പറ്റി പറയുക. ഞാൻ വെറുതെ ഒരു കാര്യം ചോദിക്കാം. ഈ ഒരു പ്രസ്താവന മോഹനൻ മാഷ് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം വെർബാറ്റിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു നേതാവായിരുന്നു എന്ന് കരുതുക. CPMന്റെ നേതാവല്ല, മറിച്ച് BJPയുടെ ഒരു നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിയുടെ, CPMന്റെ സഖ്യകക്ഷിയല്ലാത്ത മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവായിരുന്നു ഈ പ്രസ്താവന പറയുന്നത് എങ്കിൽ ഇന്ന് അദ്ദേഹത്തിനെതിരെ മതസ്പർദ്ധയ്ക്ക് കേസെടുക്കുമായിരുന്നു, അദ്ദേഹത്തിനെതിരെ ഇവിടെ കലാപാഹ്വാനത്തിന് കേസെടുക്കുമായിരുന്നു, അദ്ദേഹത്തിനെതിരെ ഇവിടെ മതനിന്ദയ്ക്ക് കേസെടുക്കുമായിരുന്നു, എന്തെല്ലാം തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമായിരുന്നു. ഇവിടെ മോഹനൻ മാഷിന് മാത്രം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന തിരുത്തുന്നതിന് വേണ്ടിയിട്ടും അതോടുകൂടി ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഗോ ടു യുവർ ക്ലാസസ് എന്ന രീതിയിലത്തേക്ക് പറയുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നത് സർക്കാരാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത്, ഇതിൽ കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്, ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ IBയുടെ ഒരു റിപ്പോർട്ട് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ ശ്രീ സലാഹുദ്ദീൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന കാര്യത്തിനെ കൂടെ ചേർത്ത് വെച്ച് നോക്കൂ. ഇന്റലിജൻസ് ഈ വിഷയങ്ങൾ അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഈ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി നൽകാനായിട്ട് സർക്കാരിന് എന്തുകൊണ്ടാണ് കഴിയാത്തത്? സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആൾക്കാർ, മുമ്പ് മന്ത്രിയായിരുന്ന സർക്കാരിനോടൊപ്പം തന്നെ നിൽക്കുന്ന ശ്രീ അഹമ്മദ് ദേവർകോവിലിനെ പോലെയുള്ള ആൾക്കാർ, ഇവരെല്ലാവരും തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇഷ്യൂ ചെയ്യാൻ കഴിയാത്തത്? അതായത് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ അന്വേഷിച്ചു, അതിൽ അർത്ഥമില്ല, യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് പൊതുസമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി ഇവർക്ക് ഉണ്ടാകേണ്ടതല്ലേ? ആ രീതിയിലത്തേക്ക് ഇവർ പറയുന്നില്ല. അപ്പൊ ഇത് കുറേയധികം ദുരൂഹതകൾ ബാക്കി നിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ വെറുതെ പക്ഷം ചേരുക, അതിന് മാത്രമാണ് ഇവരെല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വാർണിംഗ് അവിടെ ഉണ്ട്, നിങ്ങൾ അതിനെപ്പറ്റി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടും സർക്കാർ അക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള നടപടികൾ എടുത്തില്ല എങ്കിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ PFIയുടെ റെയ്ഡ് നടന്നിരുന്ന സമയത്ത് സർക്കാർ അതിനെപ്പറ്റി എപ്പോഴാണ് അറിഞ്ഞത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അവസാന നിമിഷത്തിൽ ഇത് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ അറിയുന്നത്, സർക്കാർ അറിയുന്നത്. ഇവരെ ഞങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചില്ല എന്ന രീതിയിലത്തേക്കുള്ള കംപ്ലൈന്റുകൾ ഉണ്ടായി. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത്
നിങ്ങളെ നേരത്തെ തന്നെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ നടപടികളൊന്നും എടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചു അതിൽ കുഴപ്പമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, പിന്നെ നിങ്ങളെ എന്തിനാണ് കേന്ദ്രം എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ട് തന്നെ അത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന രീതിയിലത്തേക്ക് വാശി പിടിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു ഇലക്ടഡ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ സമൂഹത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന എന്താണ്? ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, അതിനെ ചുറ്റിപ്പറ്റി ഒരു വിവാദം. ആ വിവാദം എന്ന് പറയുന്നത് കേവലം പൊളിറ്റിക്കൽ അല്ല, നേരെ മറിച്ച് അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക്, ലോ ആൻഡ് ഓർഡറിന് തന്നെ പ്രശ്നം ഉണ്ടാക്കാവുന്ന രീതിയിലത്തേക്കുള്ള വിഷയങ്ങളാണ് അതിൽ ആരോപിക്കപ്പെടുന്നത്. എങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുകയും ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെക്സവൻ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വാലിഡ് ആണ് എങ്കിലും, ഈ വിഷയത്തിൽ ഇതേവരെ കമാന്നൊരു അഭിപ്രായം പറയാതിരിക്കുന്ന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്ത് അന്വേഷണങ്ങളാണ് നടത്തിയത്, എന്താണ് അവരുടെ തീരുമാനം, ആ കാര്യത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുത്താൽ മതിയാകും. അതിന് പോലും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി.